അസ്സലാമലൈക്കും. ഇന്ന് നമ്മളെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്രയും സന്തോഷമുള്ളൊരു ദിവസമല്ല കേട്ടോ, ഇന്ന് ഒരുപാട് വിഷമമുള്ളൊരു ദിവസമാണ്. പക്ഷെ ഇതൊരു നേർച്ച, ഇന്നലെ ഇവിടെ ഇടയ്ക്കൊരു നേർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നേർച്ച കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് കണ്ടിട്ട് പോയപാട് കുറച്ച് കുഴപ്പമില്ല, നല്ല ദഫുമുട്ടും ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നീട് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഓരോ ചെക്കന്മാരെ ഈ പാട്ട് വെച്ചിട്ടുള്ള ചെണ്ടൊട്ടിൻ്റെ കൂടെയുള്ള പിന്നെ കളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ ഈ പൂരൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ. നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുക. ആ ഇതിലാണ് ഞാൻ പോയത്. പക്ഷെ കണ്ടത് ഞങ്ങളവിടുത്തെ പൂരത്തിൻ്റെ ഒക്കെ ഒരു പ്രതീതിയായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമായില്ല. അങ്ങനെ എന്തായാലും കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളും രണ്ട് മൂന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലൊക്കെ വന്നപ്പോൾ ആ ഉള്ള സന്തോഷം മൊത്തം പോയിട്ടാണ്. ഒരുപാട് വിഷമമുള്ളൊരു വാർത്ത കേട്ടിട്ടാണ് അത് ഇന്ന് ഒരു പുലർച്ചെ ആവുന്ന സമയത്താട്ടോ അത് കേട്ടത്. അപ്പോൾ ഇവിടെ താത്താൻ്റെ മോളുടെ മോള് പഠിക്കണ മദ്രസയിലും സ്കൂളിലൊക്കെ അവളെ ഒറ്റ കൂട്ടുകാരി കേട്ടോ. അതിൻ്റെ ഉമ്മ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ വീട് കേട്ടോ. അവർ ഇന്നലെ നേർച്ചയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ രണ്ടാളെയും കൊണ്ടുവരും. മക്കൾ മദ്രസയിൽ പോകാനുള്ള കാരണം മക്കളെ ഉറക്കിയിട്ട് വളന്മാരെ ഇവരൊക്കെ കൂടെ പോവായിരുന്നു അത്ര. നേർച്ചക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ ഒരു ഛർദി ഉണ്ടായത് അത്ര പെട്ടെന്ന് കേട്ടോ. ആ ഛർദി ഉണ്ടായപ്പോൾ പിന്നെ ഛർദിച്ചപ്പോൾ പിന്നെ അവൾക്ക് തീരെ വയ്യാതായിന്ന്. പിന്നെ ഒരു വട്ടം കൂടി ഛർദിച്ചപ്പോൾ പിന്നെ ചോരയാണ് ഇത്ര ഛർദിച്ചത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവരവിടുന്ന് മടക്കി വേറെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് അവൾ മരിച്ചിട്ട്. അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമായി. ആ മക്കളെ ഉറക്കി കെടുത്തിയിട്ടാണല്ലോ അവൾ പോയത്, നേർച്ച സ്ഥലത്തേക്ക് പോയിട്ടില്ല. അവിടെ നമ്മളെ ഈ പാപ്പാളി സെൻറ്ററിൽ എത്തിയിട്ടുള്ളൂ. അവരെ വീടിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഉറക്കി കെടുത്തിയ മക്കൾ ഉണരുമ്പോൾ പിന്നീട് അവരെ ഉമ്മ ഇല്ല. സ്നേഹത്തോടു കൂടി അവർക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ട് അവരെ ഉറക്കിയ ഒരു ഉമ്മ പിന്നീട് ഞങ്ങളെ ഉമ്മ ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി 1-ാം ക്ലാസ്സിലും ഒരു കുട്ടി 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എത്ര വലിയ കുട്ടികളാണെങ്കിലും നമ്മൾ നല്ലപോലെ നമ്മളെ ഉമ്മ നമ്മളെ ഭക്ഷണമൊക്കെ തന്ന് ഉറക്കി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പറയുകയാണ് നമ്മളെ ഉമ്മ മരിച്ചെന്ന്. അത് കേൾക്കുമ്പോൾ ആ ഒരു വിഷമം അത് കേട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് അല്ലേ. എന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കണില്ലേ? പണത്തിൻ്റെ പേരിലും എല്ലാത്തിൻ്റെയും പേരിൽ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കണമെന്ന്. അഹങ്കരിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മളെ മനസ്സ് ക്ലിയറാക്കി എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക. അത്രയാണ് പറയാനുള്ളൂ കേട്ടോ. ഇപ്പം ആ മക്കളൊരവസ്ഥ നോക്കി. അത് ഇപ്പം എൻ്റെ മക്കൾ മദ്രസയിൽ പോയിട്ട് അവർ തിരിച്ച് വരുമ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ എൻ്റെ മോനായാലും പെട്ടെന്ന് ആ മദ്രസ ഇട്ടിട്ട് വരുമ്പോൾ എപ്പോഴും ഓനക്ക് അകത്ത് വന്നൊരു കെട്ടിപ്പിടുത്തു. അപ്പോൾ ഇവനുണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. എന്നിട്ട് ഞാൻ രണ്ടാളും കൂടി പറയാണ് ഇനി ഇങ്ങനെ മരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഉമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഉമ്മമാരുടെ അടുത്തേക്ക് പോകണട്ടാ അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നിട്ടാ. അപ്പോൾ അവരും കരഞ്ഞ് ഞാനും കരഞ്ഞിട്ട് ഒരുപാട് വിഷമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമായിട്ടാണ്. അല്ലേ ആളുകൾ കിടന്നിട്ട് ഈ മതം പൊട്ടിക്കളിക്കണത് എന്തിനാണ് ഇവരിങ്ങനെ കിടന്നിട്ട് അഹങ്കരിക്കണത് നമുക്ക് മനസ്സിലാവണില്ല അല്ലേ. ഇപ്പം ആ ഒരു താത്താൻ്റെ ഇത് എനിക്ക് സങ്കടം സഹിക്കാൻ. ചെറുപ്പമാണ്, ഒരു 10-32 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അത്ര പ്രായമേ ഉള്ളൂ കേട്ടോ. 35 അത്ര പ്രായമേ ഉള്ളൂ. അപ്പോൾ മരിച്ചോടത്ത് അവിടെ പോയപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിക്കാണ്. അപ്പോൾ അത് വൈകുന്നേരം ഔട്ടാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടമായി. ആ വീട്ടിലത്തെ ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അതാ നമ്മൾ സ്ഥലത്തു നിന്നൊക്കെ വന്ന് ഇതായിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് കേട്ടത് പുലർച്ചെ തന്നെ. എന്തായാലും പടച്ചോനെ എല്ലാവർക്കും ആരോഗ്യ ആയുസ്സൊക്കെ ഇട്ട് കൊടുക്കട്ടെ അല്ലേ. നമ്മളെന്താ ഈ പണത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഓരോ ശത്രുക്കളായിട്ട് ആൾക്കാർ ജീവിക്കണ്, ഓരോ പ്രയാസങ്ങൾ കേൾക്കണ്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ അവസ്ഥ ഒരു മക്കൾക്കും ഒരു ഉമ്മാക്കും ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാമല്ലോ. എല്ലാവർക്കും പടച്ചോന് ആയുസ്സും ആരോഗ്യം ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ മക്കൾ ഇപ്പോൾ ആ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനിതാ മക്കൾ സ്കൂളിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ. അത് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ തന്നെ പേടിയായിരിക്കണം ഇപ്പോൾ.
നമ്മളെ മക്കൾ ചെറുതാകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയാൽ നമ്മളെ മക്കൾക്ക് ആരാന്നുള്ളൊരു ആദ്യമായിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പടച്ചോന് എല്ലാവർക്കും ഓരോ ആയുസ് പടച്ചോൻ തന്നിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ഇതാക്കിയാൽ നോക്കിയാലും അത് കൂടില്ല കുറയില്ല എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. പടച്ചോന് വിചാരിച്ച അത്ര ആയുസ് നമുക്കുണ്ട്. പക്ഷെ ആ ആയുസ് നമുക്കുള്ള ആയുസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരോടും നല്ലപോലെ സ്നേഹത്തിൽ പെരുമാറാനും അല്ലേ, ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. നമ്മൾക്ക് പടച്ചോൻ തന്ന ആയുസ് നമ്മളെല്ലാവരും സന്തോഷിപ്പിച്ചിട്ടും എല്ലാവരോടും നല്ലപോലെ പെരുമാറിയിട്ടും നല്ല പേര് വാങ്ങിയിട്ടും ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇന്ന് നമ്മളെത്രത്തോളം ഒരാളെ തള്ളിപ്പറയണ്ടോ ആ ആളുകളാവും ചിലപ്പോൾ നമ്മളില്ലാത്ത കാലത്ത് നമ്മളെ മക്കളെ സംരക്ഷിക്കാനും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും അവരാവും മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആരെയും വെറുപ്പിക്കാതെ ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.